നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ടണലിൽ കൂടെ പാസ് ചെയ്തിട്ടുണ്ടാവും. കൊങ്കൺ വഴിയാണ് യാത്രയെങ്കിൽ തീർച്ചയായും നിങ്ങൾ ടണൽ വഴി പാസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു ട്രെയിൻ ടണൽ കടക്കാൻ എത്ര സമയം എടുക്കും എന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് കാണുന്നത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: എ ട്രെയിൻ 360 meter long is running at a speed of 72 km/h. In what time will it pass a tunnel 140 meter long? അതായത് 360 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 72 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. അങ്ങനെയെങ്കിൽ 140 മീറ്റർ നീളമുള്ള ഒരു ടണൽ പാസ് ചെയ്യാൻ അതിന് എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കൊണ്ടുവരേണ്ടത് ഒരു ബേസിക് ഐഡിയ ആണ്. അതായത് നമ്മുടെ ട്രെയിൻ ഇങ്ങനെ കടന്നു വരുന്നു, ട്രെയിനിന് ഒരു നീളമുണ്ട്, അതേപോലെ ടണലിനും ഒരു ലെങ്ത് ഉണ്ട്. അപ്പോൾ ട്രെയിനിൻ്റെയും ടണലിൻ്റെയും ലെങ്തുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ട്രെയിനിൻ്റെ ലെങ്ത് ആയിട്ട് തന്നിരിക്കുന്നത് 360 മീറ്റർ ആണ്. ടണലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 140 മീറ്റർ ആണ്. സോ 360 + 140 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു 500 മീറ്റർ എന്ന് കിട്ടുന്നു. ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെയും സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്ന ബേസിക് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. എന്നാൽ ഇവിടെ എന്താണ് ഡിസ്റ്റൻസ് എന്ന് ഉള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അത് മനസ്സിലാക്കലാണ് ഈ ചോദ്യത്തിലെ പ്രധാനപ്പെട്ട ഭാഗം. ഇവിടെ ഡിസ്റ്റൻസ് എന്നത് ട്രെയിനിൻ്റെ നീളവും ടണലിൻ്റെ നീളവും രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു ട്രെയിനിൻ്റെ നീളം 360 മീറ്റർ ആണ്, ടണലിൻ്റെ നീളം 140 മീറ്റർ ആണ്. അപ്പം ഈ രണ്ട് നീളങ്ങളും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. സോ 360 + 140 ഈസ് ഈക്വൽ ടു 500 മീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഇനി സ്പീഡ് തന്നിരിക്കുന്നതോ 72 km/h അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ 72 km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക? നമുക്കറിയാം 5/18 എന്ന ഷോർട്ട് കട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 72 × 5/18 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന സ്പീഡ് കിട്ടുന്നു. സോ നമുക്ക് സ്പീഡ് കിട്ടിക്കഴിഞ്ഞു. ഡിസ്റ്റൻസ് നമ്മൾ ടണലിൻ്റെയും ട്രെയിനിൻ്റെയും രണ്ട് നീളങ്ങളും കൂടെ ആഡ് ചെയ്ത് 500 എന്ന് കിട്ടി. സോ 500 ഡിവൈഡഡ് ബൈ 20 വിച്ച് ഈസ് ഈക്വൽ ടു 25 സെക്കൻഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.